ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനാര്? ജി ശങ്കരക്കുറുപ്പ്. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാര്? ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? സി പി രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? സി പി രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ശ്രീ ചിത്ര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഏകീകൃത സിവിൽ കോഡ്. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഏകീകൃത സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത്? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവം വികസിപ്പിക്കുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ രക്ഷ്യബാലകനോ അതത് സംഗതി വരെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ രക്ഷ്യബാലകനോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത്
6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. നാളെ നമ്മുടെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? മഹാത്മാഗാന്ധി. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ധൻ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ധൻ KN രാജ്. ആർട്ടറി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് അമൂൽ എന്ന ബ്രാൻഡുമായാണ്. ആർട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് അമൂൽ എന്ന ബ്രാൻഡുമായാണ്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? താർ മരുഭൂമി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി താർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ലക്ഷദ്വീപ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായലിൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കഞ്ചിക്കോട്. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥാപിച്ചത് എവിടെ? പുനലൂർ. കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥാപിച്ചത് എവിടെ? പുനലൂർ. സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O രക്തഗ്രൂപ്പ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത്? ഡയഫ്രം. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏത്? ഡയഫ്രം. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ജീവകം ബിയും ജീവകം സിയും. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ജീവകം ബിയും ജീവകം സിയും. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമേത്? ടൈഫോയിഡ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ടൈഫോയിഡ്. താഴെ തന്നിട്ടുള്ള സൂചകങ്ങളിൽ ശരിയായവ: അയോഡിൻ തൈറോയിഡ് ഗ്രന്ഥികളുടെ വളർച്ചയ്ക്ക് ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ശരിയായ ജോഡികളാണ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? അനോഫിലസ് കൊതുകുകൾ. മലമ്പനി പരത്തുന്ന കൊതുകാണ് അനോഫിലസ് കൊതുകുകൾ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ
ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? മൃതസഞ്ജീവനി. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കവിയും. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കവിയും. ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ താപനില അളക്കാൻ. ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ താപനില അളക്കാൻ. യു ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത് എവിടെയാണോ യു ടേൺ റോഡ് അടയാളത്താലും ട്രാഫിക് സിഗ്നലാലും നിരോധിച്ചിട്ടിരിക്കുന്നത് അവിടെ. ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ യു ടേൺ എടുക്കാൻ പാടുള്ളതല്ല. തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകളിൽ യു ടേൺ എടുക്കാൻ പാടുള്ളതല്ല. യു ടേൺ എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് എവിടെയാണ് യു ടേൺ റോഡ് അടയാളപ്പെടുത്താലും ട്രാഫിക് സിഗ്നലും നിരോധിച്ചിരിക്കുന്നത് അവിടെ. ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ യു ടേൺ എടുക്കാൻ അനുവാദമില്ല. തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകളിൽ യു ടേൺ എടുക്കാൻ പാടില്ല. ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിന്റ് ബൈറ്റിംഗ് പോയിന്റ്. ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിന്റാണ് ബൈറ്റിംഗ് പോയിന്റ്. ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ആവശ്യമില്ല. ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ആവശ്യമില്ല. ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചിലവാകുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഇന്ധനക്ഷമത എത്ര? 12 കിലോമീറ്റർ പെർ ലിറ്റർ. ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചിലവാകുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഇന്ധനക്ഷമത എത്ര? 12 കിലോമീറ്റർ പെർ ലിറ്റർ. ഡിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എഞ്ചിൻ ഓയിൽ ലെവൽ അളക്കാൻ. ഡിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എഞ്ചിൻ ഓയിൽ ലെവൽ അളക്കാൻ. വാഹനത്തിന്റെ ഗതികോർജം താപോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ബ്രേക്ക്. വാഹനത്തിന്റെ ഗതികോർജം താപോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ബ്രേക്ക്. എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത്? ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ. എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത്? ഡ്രൈവിംഗ് റെഗുലേഷൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത്? ഗ്ലോ പ്ലഗ്. അതൊരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ല. പെട്രോൾ എഞ്ചിന്റെ ഭാഗമായ ഭാഗങ്ങളാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ, സ്പാർക്ക് പ്ലഗ്, പിസ്റ്റൺ. ഇവ പെട്രോൾ എഞ്ചിന്റെ ഭാഗങ്ങളാണ്. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്ന് വാഹനം ഓടിക്കുവാനുള്ള ഗ്രേസ് പീരീഡ് എത്ര കാലമാണ്? ഗ്രേസ് പീരീഡ് ഇല്ല. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്ന് വാഹനം ഓടിക്കാനുള്ള ഗ്രേസ് പീരീഡ് എത്ര കാലമാണ്? ഗ്രേസ് പീരീഡ് ഇല്ല. ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സലുകളുടെ മധ്യം തമ്മിലുള്ള അകലം വീൽ ബേസ്. ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സലുകളുടെ മധ്യം തമ്മിലുള്ള അകലം വീൽ ബേസ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഡിഫറൻഷ്യൽ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഡിഫറൻഷ്യൽ. 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് കിക്ക്. എന്താണ് ഷോൾഡർ ചെക്ക്? ബ്ലൈൻഡ് സ്പോട്ട് തലതിരിച്ച് പരിശോധിക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ടിൽ തലതിരിച്ച് പരിശോധിക്കുന്നതിനെയാണ് ഷോൾഡർ ചെക്ക് എന്ന് പറയുന്നത്. കൂളന്റ് ഉപയോഗിക്കുന്നത് എഞ്ചിൻ തണുപ്പിക്കാൻ. ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് ബ്രേക്ക് ഫേഡിംഗ്.
ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം. ലൈനർ ചൂടായി. ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് ബ്രേക്ക് ഫേഡിംഗ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ. വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി അഥവാ റിയർ വ്യൂ മിറർ ഏത് തരമാണ്? കോൺവെക്സ്. വാഹനങ്ങളിലെ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി അഥവാ റിയർ വ്യൂ മിറർ ഏത് തരമാണ്? കോൺവെക്സ്. വാഹനത്തിൽ രാസോർജം ഗതികോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് എൻജിൻ. വാഹനത്തിൽ രാസോർജം ഗതികോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് എൻജിൻ. BS6 വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷം. BS6 വാഹനത്തിന്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി 5 വർഷം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി 5 വർഷം. വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് സ്കൂൾ ബസ്സിന്. താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് സ്കൂൾ ബസ്സിനാണ്. വാഹനം സഞ്ചരിക്കുന്ന ദൂരം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഓഡോമീറ്റർ. വാഹനം സഞ്ചരിക്കുന്ന ദൂരം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഓഡോമീറ്റർ. പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ടയറിലെ വായുമർദ്ദം അളക്കാൻ. പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ടയറിലെ വായുമർദ്ദം അളക്കാൻ. കോസ്റ്റിംഗ് എന്നാൽ ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രലിലിട്ടോ ഇറക്കമുറങ്ങുന്നതാണ് കോസ്റ്റിംഗ്. ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രലിൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നതാണ് കോസ്റ്റിംഗ്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ 1000 രൂപ. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പരമാവധി ശിക്ഷ 1000 രൂപ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ബ്ലീഡിംഗ്. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ബ്ലീഡിംഗ്. ഒരു വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവയാണ്. ഒരു വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്. എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം ഘർഷണം കുറയ്ക്കുക, പവർ നഷ്ടം കുറയ്ക്കുക, തേയ്മാനം കുറയ്ക്കുക എന്നിവയാണ്. എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം ഘർഷണം കുറയ്ക്കുക, പവർ നഷ്ടം കുറയ്ക്കുക, തേയ്മാനം കുറയ്ക്കുക എന്നിവയാണ്. വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, സൾഫൂരിക് ആസിഡ്, ജലം എന്നിവയുടെ ഒരു മിശ്രിതമാണ്. വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, സൾഫൂരിക് ആസിഡ്, ജലം എന്നിവയുടെ ഒരു മിശ്രിതമാണ്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? പിന്നിലെ ചക്രങ്ങളിൽ. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? പിന്നിലെ ചക്രങ്ങളിൽ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിന്റെ ഗുണങ്ങൾ. സ്റ്റിയറിംഗ് ആയാസം കുറയ്ക്കുന്നു, റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു, സുരക്ഷ കൂട്ടുന്നു. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിന്റെ ഗുണങ്ങളാണ് സ്റ്റിയറിംഗ് ആയാസം കുറയ്ക്കുന്നു, റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു, സുരക്ഷ കൂട്ടുന്നു. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനമാണ് മോട്ടോർ ക്യാബ്. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനമാണ് മോട്ടോർ ക്യാബ്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 50 km/മണിക്കൂറാണ്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 50 km/മണിക്കൂറാണ്. താഴെ പറയുന്നവയിൽ ഏത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത്? വേഗത കുറയ്ക്കാൻ. വേഗത കുറയ്ക്കുന്നതിന് കൈകൊണ്ട് സിഗ്നൽ ഇല്ല. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡിപ്ഡ് ലൈറ്റ് ഓണാക്കേണ്ടതാണ്. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡിപ്ഡ് ലൈറ്റ് ഓണാക്കേണ്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം അമിതഭാരം കയറ്റി ഗുഡ്സ് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണങ്ങളാണ് അമിതഭാരം കയറ്റി ഗുഡ്സ് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നിവ. ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? ഫയർ സർവീസ് വാഹനങ്ങൾക്ക്. ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? ഫയർ സർവീസ് വാഹനങ്ങൾക്ക്. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 25 km/മണിക്കൂർ.
ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 25 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 60 കിലോമീറ്റർ പെർ മണിക്കൂർ. ഒരു റെന്റ് എ ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങളും അക്ഷരങ്ങളും. ഒരു റെന്റ് എ ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും. ഫയർ ഹോൺ അനുവദനീയമായ വാഹനം. താഴെ പറയുന്നവയിൽ ആ വാഹനമില്ല. താഴെ പറയുന്നതിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ദവസ്ഥയിൽ എടുക്കുന്നത്? ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം ഓടിക്കുന്നത്. ഈ 3 കാരണങ്ങൾ വന്നാലും ആ വാഹനം ബന്ദവസ്ഥയിൽ എടുക്കാവുന്നതാണ്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുവായ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും ആ വാഹനം ബന്ദവസ്ഥയിലെടുക്കാൻ കാരണമാകും. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ന്യൂമാറ്റിക്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ന്യൂമാറ്റിക്.